ഹായ്, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു ചേട്ടൻ, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. തട്ടം മാറ്റൂ, ഡാൻസ് കളിക്കൂ എന്നായിരുന്നു മെസ്സേജ്. ഡാൻസ് കളിക്കണം എന്നുണ്ടെങ്കിൽ തട്ടം മാറ്റേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ തട്ടിട്ട് വീഡിയോ ചെയ്യുന്നതിന് ചേട്ടന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേട്ടൻ കാണണ്ട കേട്ടോ. കാരണം എൻ്റെ തട്ടം മാറ്റിയിട്ടില്ല, ഒരു ഡാൻസ് കളിക്കാനോ ഒരു റീൽസ് ചെയ്യാനോ ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ തട്ടം ഇടുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഓരോ തീരുമാനമാണ്. ചിലവർ തട്ടിടുന്നുണ്ടാവില്ല, ചിലവർ തട്ടിടുന്നുണ്ടാവും. അത് അവരുടേതായ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ ഞാൻ തട്ടം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡാൻസ് കളിക്കാനോ ഒരു റീൽസ് ചെയ്യാനോ ഞാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഡാൻസ് കളിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല കേട്ടോ. ഡാൻസ് അറിയാത്ത വ്യക്തിയൊന്നുമല്ല. ഒരു അധ്യാപിക ആയിരിക്കുമ്പോൾ സകല കലയിലും അത്യാവശ്യം എല്ലാം അറിയണമല്ലോ. പാട്ട് പാടാൻ മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. ഡാൻസ് കളിക്കാനും ചിത്രം വരയ്ക്കാനും ഗ്ലാസ് പെയിന്റിങ്ങും എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളത് എനിക്കൊരു ലക്ഷ്യമുണ്ട് ചേട്ടാ, വേറെ ഒന്നുമല്ല. എനിക്കൊരു 5 സെന്റ് സ്ഥലമുണ്ട്. അതിൻ്റെ എമൗണ്ട് ഫുള്ള് കൊടുത്തിട്ട് അവിടെ ഒരു കുഞ്ഞു വീട് അത് പണിയണം എന്നൊരു ആഗ്രഹമുണ്ട്. കുറേ കാലം വാടകയ്ക്ക് താമസിക്കണം. അപ്പോൾ നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ചേട്ടൻ തട്ടം മാറ്റി കാണുന്ന ഒരു വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കണ്ടോ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ രീതിയിൽ, അതായത് ഞാനെന്ന വ്യക്തി, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാണാനും ഇഷ്ടപ്പെടാനും താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഓക്കെ. അപ്പം ഞാൻ ആ വ്യക്തിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. അദ്ദേഹം അങ്ങനെ ഒരു കമൻ്റ് ഇട്ടു. പക്ഷെ ആ കമൻറ്റിന് എതിരായിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. നമുക്ക് എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ ചേട്ടൻ്റെ സ്വാതന്ത്ര്യം പറഞ്ഞു, ഞാൻ എൻ്റെ രീതിയിൽ അതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ.